ഹലോ നമസ്കാരം. T20 വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്കുള്ള ആദ്യ കടമ്പ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണല്ലോ നമ്മുടെ ടീം ഇന്ത്യ. സൂപ്പർ 8 ഗ്രൂപ്പ് 1 ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഏകപക്ഷീയമായിട്ടുള്ള വിജയം തന്നെയാണ് രോഹിത് ശർമ്മയും സംഘവും ഇന്നലെ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നത്. ബർബഡോസിൽ നടന്ന മത്സരത്തിൽ അഫ്ഗാനെ 47 റൺസിനാണ് ഇന്ത്യ തകർത്ത് തെരിപ്പണമാക്കിയിട്ടുള്ളതും. ഇനി ഏതായാലും 2 കളികളാണ് ടീം ഇന്ത്യക്ക് ബാക്കിയുള്ളത്. അതെ, നാളെ ശനിയാഴ്ച ബംഗ്ലാദേശുമായിട്ടാണ് രണ്ടാം അംഗം. തിങ്കളാഴ്ച അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയയാണ് ടീം ഇന്ത്യ നേരിടേണ്ടത്. നമ്മൾ ഏതായാലും ജസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണ് ടീം ഇന്ത്യക്ക് ഇനി സെമിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഒന്നും ചെയ്യാനില്ല. നാളത്തെ മത്സരത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാൽ മതിയെന്നേ ടീം ഇന്ത്യക്ക് എന്തായാലും സെമിയിലേക്ക് കടക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഗ്രൂപ്പ് 1 ആ ഒരു പോയിന്റ് ടേബിളിലൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്തുള്ളത് ഓസ്ട്രേലിയയാണ്. ഇന്നവർ ബംഗ്ലാദേശിനെ DLS മെത്തേഡ് പ്രകാരം തകർത്ത് വിജയിച്ചതോടുകൂടി തന്നെ അവർ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 2 പോയിന്റ് പ്ലസ് 2.471 എന്നുള്ള മികച്ച നെറ്റ് റൺ റേറ്റുമായി ഓസീസ് 1-ാം സ്ഥാനത്ത് തുടരുമ്പോൾ ഇന്ത്യൻ ടീം ഇന്നലെ അഫ്ഗാനിസ്ഥാനെ 47 റൺസിന് തകർത്തതോടുകൂടെ 2 പോയിന്റ് പ്ലസ് 2.350 എന്നുള്ള നെറ്റ് റൺ റേറ്റുമായി 2-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 3-ാം സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാൻ, 4-ാം സ്ഥാനത്ത് ബംഗ്ലാദേശ്. എന്നാലും നാളത്തെ മത്സരത്തിൽ ബംഗ്ലാദേശിനെ ടീം ഇന്ത്യക്ക് തോൽപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ആ ഒരു സെമിയിലേക്ക് കടക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത്രയും വലിയ അട്ടിമറിക്ക് നടന്നുകൊണ്ട് ബംഗ്ലാദേശ് നമ്മുടെ ഇന്ത്യയെ തോൽപ്പിച്ചെന്ന് കരുതുക, ഒന്ന് ചുമ്മാതിരിയുടെ എന്നൊക്കെ ഇപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇന്ത്യക്ക് സെമിയിലേക്ക് എത്താനുള്ള ഒരു സിനാരിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ഇന്ത്യയെ ബംഗ്ലാദേശ് തോൽപ്പിച്ചാൽ പോലും ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതവരെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മികച്ച നെറ്റ് റൺ റേറ്റ് ഉണ്ട്. പക്ഷേ ബംഗ്ലാദേശിന്റെ നെറ്റ് റൺ റേറ്റ് നിലവിൽ പരിതാപകരമാണ്. എന്തൊക്കെയാലും ടീം ഇന്ത്യ നാളെ ബംഗ്ലാദേശിനെയും തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു സെമി ബർത്ത് 100% ഉറപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ ആരാധകരും കാത്തിരിക്കുന്നു. ഇവിടെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയും നിലവിൽ മാരക ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് 1 ഓസ്ട്രേലിയ എന്തായാലും ആ ഒരു സെമിയിലേക്ക് കടക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവരുടെ ആരാധകരുമുള്ളത്. തീർച്ചയായും അതിനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ ഓസ്ട്രേലിയ സെമിയിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ അത്രയും വലിയ അട്ടിമറിയൊക്കെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ കാര്യവും. നമുക്കറിയാം 2 ഗ്രൂപ്പുകളാണുള്ളത്. ഓരോ ഗ്രൂപ്പിലും 4 ടീമുകൾ വെച്ച് ടോട്ടൽ 8 ടീമുകൾ. 2 വീതം ടീമുകളാണ് ഇരു ഗ്രൂപ്പുകളിൽ നിന്നും ആ ഒരു സെമിയിലേക്ക് കടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഗ്രൂപ്പ് 1 നിന്ന് ഓസ്ട്രേലിയയും ഇന്ത്യയും തന്നെയായിരിക്കും സെമിയിലേക്ക് കടക്കാൻ പോവുക എന്ന് തന്നെയാണ് 100% എല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ കൂടി നിലവിൽ ഇനിയും ചില ഇമ്പോർട്ടന്റ് മത്സരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം നമുക്ക് മാത്തമാറ്റിക്കലി ഒഫീഷ്യലി പറയാൻ പറ്റില്ല. എന്തായാലും കാത്തിരിക്കാം സൂപ്പർ 8 ആവേശകരമായിട്ടുള്ള മറ്റു ചില പോരാട്ടങ്ങൾക്കായി തന്നെ. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.